സൗഹൃദത്തെ സൗഹൃദമായിട്ട് കണ്ടാൽ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ ബന്ധം എന്ന് പറയുന്നത് ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധം. ഞാൻ വെറുതെ പറയല്ല കേട്ടോ. ആ ബന്ധത്തിന്റെ ഇടയിലേക്ക് വേറെ ഒന്നും വന്നില്ല എങ്കിൽ, വെറും ഒരു സൗഹൃദം, ഒരു സ്നേഹം എന്നുള്ള ഒരു ബന്ധം മാത്രമാണെങ്കിൽ, ഈ ലോകത്ത് ഏറ്റവും നല്ല ബന്ധം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനുള്ള ബന്ധം. ഇത് ഞാൻ ചുമ്മാ പറയുന്നല്ല, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അനുഭവിച്ചറിഞ്ഞ ബന്ധമാണ്. എനിക്കെൻ്റെ ചെറുപ്പകാലം മുതൽ, എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ എനിക്കറിയുന്ന രണ്ട് മൂന്ന് കൂട്ടുകാരികൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്നും ഞങ്ങൾ ആ ബന്ധം വളരെ നല്ല ബന്ധമായിട്ട് ഇന്നും കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എൻ്റെ മനസ്സൊന്ന് ഇടഞ്ഞാൽ, എൻ്റെ മുഖമൊന്ന് വാടിയാൽ, എന്താടാ നിനക്ക് പറ്റി എന്ന് ചോദിച്ച് വരുന്ന ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുമുണ്ട്. എൻ്റെ കൂട്ടുകാരി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി. ഞങ്ങൾ 7ാം ക്ലാസ്, 5ാം ക്ലാസ് മുതൽ 6, 7 ആ കാലഘട്ടങ്ങളിലൊക്കെ ഏകദേശം ഞങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്ക് കൂടിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് അടി കൂടിയിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ ഇന്ന് അവൾ എനിക്ക് എൻ്റെ സഹോദരിമാരെ പോലെ തന്നെ പ്രിയപ്പെട്ടവളായിട്ട് മാറിയിരിക്കും. എൻ്റെ മുഖമൊന്ന് മാറിയാൽ എൻ്റെ സഹോദരിമാർ എൻ്റെ അടുത്ത് ഓടിയെത്തുന്നത് പോലെ ഒരു ഫോൺ കോളെങ്കിലും ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്ന ഒരു കൂട്ടുകാരി എനിക്കുമുണ്ട്. ഒരുപാട് വർഷമായിട്ടോ. ഇന്നും ഞങ്ങൾ എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചില്ല എന്നുള്ള കുറവ് മാത്രമേ അവൾക്കുള്ളൂ. പക്ഷെ ഇന്നും ഞങ്ങൾ ആ ബന്ധത്തിൽ തന്നെയാണ്. ഇന്ന് ഭയങ്കരമായ, അല്ലെങ്കിൽ വളരെ സന്തോഷം നിറഞ്ഞ ഒരവസ്ഥയിലാണ് ഇന്ന് അവൾ. കാരണം ഇന്ന് അവളുടെ വിവാഹ വാർഷികമാണ്. 22ാമത്തെ വിവാഹ വാർഷികം ഇന്ന് ആഘോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സൗമ്യക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ ദിനാശംസകൾ നേരുകയാണ്. ഇതുപോലെ തന്നെ ഒരുപാട് കാലം നീയും നിന്റെ ഭർത്താവും കുഞ്ഞുങ്ങളുമൊത്ത് നല്ല ഒരു കുടുംബ ബന്ധം നിനക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയും, എൻ്റെ പ്രാർത്ഥനയും നിന്നെ ഞാൻ ഓർക്കും. എൻ്റെ 2 സഹോദരിമാരെ ഓർക്കുന്നത് പോലെ നിന്നെയും എൻ്റെ പ്രാർത്ഥനയും ഞാൻ ഓർക്കും. ദൈവം ഒരുപാട് അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ, ദൈവത്തിന് ഒരുപാട് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനിയും ഇതുപോലത്തെ വിവാഹ വാർഷികങ്ങൾ സന്തോഷത്തോടെ ആഘോഷിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സൗമ്യ